സ്നേഹമുള്ളവരെ, പുല്ലൂർ സെന്റ് സേവിയേഴ്സ് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഇന്നേ ദിവസം സുവർണ മൊഴികളിൽ സുവിശേഷ വ്യാഖ്യാനം നടത്തുന്നത് ജസ്ന ജോൺസൺ. രക്ഷകനായ ഈശോയുടെ ഉത്ഥാനത്തിലൂടെ കൈവന്ന പുതുജീവനിൽ ആഹ്ലാദിക്കുന്ന ആരാധന ക്രമവത്സരത്തിലെ ഉയർപ്പിന്റെ 4-ാം ഞായറിൽ തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനം ചെയ്യാനായി നൽകുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ ഗലീലയിലെ മലമുകളിൽ തന്റെ ഉത്ഥാനത്തിന് ശേഷം 11 ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി അവിടുത്തെ പ്രേക്ഷിത ദൗത്യം അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ദ ഗ്രേറ്റ് കമ്മീഷൻ, മഹത്തായ നിയോഗം എന്നാണ് ഈ വചനഭാഗത്തെ അറിയപ്പെടുന്നത്. മീൻ പിടിച്ചും ചുങ്കം പിരിച്ചും തീരേണ്ട ചില ജീവിതങ്ങളെ ക്രിസ്തു കണ്ടെത്തുകയും അവരുടെ നെറ്റിത്തടത്തിൽ ദൈവം കോറിയിട്ട നിയോഗങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ക്രിസ്തു അവരെ തന്റെ കൂടെ ചേർക്കുകയാണ്. അസാധാരണ കഴിവുകളുള്ള മനുഷ്യരെയല്ല കർത്താവ് വിളിച്ചത്, മറിച്ച് സാധാരണക്കാരായ കുറവുകൾ ഏറെയുള്ള ചില ജീവിതങ്ങളെയാണ് അവൻ വിളിച്ചത്. തങ്ങളിൽ വലിയവൻ ആരാണെന്ന് ചിന്തിച്ചു നടന്ന, ഗുരുവിനെ ഒറ്റിക്കൊടുത്തും തള്ളിപ്പറഞ്ഞും ഓടിയൊളിച്ചും പേടിച്ചോടിയും നടന്നിരുന്ന ശിഷ്യന്മാരുടെ ചരിത്രമാണ് ക്രിസ്തു പിന്നീട് വീണ്ടും മാറ്റി എഴുതുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുക കാലത്തിനും ദേശത്തിനുമപ്പുറം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ക്രിസ്തു ശിഷ്യരുടെ വലിയൊരു തിരിച്ചുവരവാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു: ഓരോ ക്രിസ്ത്യാനിയും സുവിശേഷ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ട 2 ദിനങ്ങളുണ്ട്. ഒന്ന് നാം ജനിച്ച ദിനവും മറ്റൊന്ന് നാം എന്തിനാണ് ജനിച്ചത് എന്ന് തിരിച്ചറിയുന്ന ദിനവും. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ ക്രിസ്തുവിന്റെ പാതയിലൂടെ നടക്കുവാനും ഭൂമിയിൽ വചന വിളക്കുകളാകുവാനും അങ്ങനെ ദൈവഹിതം പൂർത്തിയാക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: യുഗാന്ത്യം വരെ ഞാൻ ഇന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ആദ്യ വായനയിൽ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസനായ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനതയെ നയിക്കുവാനായി തിരഞ്ഞെടുത്ത ജോഷിയോട് ഇപ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ശക്തനും ധീരനുമാകണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? വീണ്ടും ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 15-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം കാണാം: നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇന്നത്തെ ഈ വചനഭാഗങ്ങളിലുടനീളം നാം കാണുന്നത് കർത്താവ് നമ്മോട് കൂടെ എന്നും എപ്പോഴും എല്ലായിടത്തും ഉണ്ട് എന്ന വലിയൊരു ഉറപ്പാണ്. ചിലപ്പോഴൊക്കെ ജീവിതത്തിന്റെ ദൗത്യങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതിന്റെ പ്രധാന കാരണം ദൈവം കൂടെയുണ്ട് എന്ന ഉറപ്പ് നഷ്ടപ്പെടുമ്പോഴാണ്. ചില ദൗത്യങ്ങൾ ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ചില നിയോഗങ്ങൾ നമ്മുടെ നെറ്റിത്തടത്തിൽ ദൈവം പൊറിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബലഹീനതകളൊന്നും നമുക്കൊരു ഭാരമാവുകയില്ല. ഏതൊരു തകർച്ചയിലും ഉയർച്ചയിലും ഞാനല്ലാതെ പിന്നെ ആരാണ് നിന്നെ സംരക്ഷിക്കുക എന്ന ഉറപ്പ് ദൈവം നാം ജനിക്കുന്നതിന് മുമ്പേ വചനം വഴി നമുക്ക് നൽകി. ആയതിനാൽ നമ്മുടെ കുറവുകളെ നിറവുകളാക്കിക്കൊണ്ട് അന്ന് ആ മലമുകളിൽ വെച്ച് ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നമ്മെ നോക്കി അവിടുന്ന് വീണ്ടും ആവർത്തിക്കുന്നു. നമ്മുടെ ഭവനങ്ങളിൽ, നാം യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ, നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, അങ്ങനെ ലോകം മുഴുവനും സുവിശേഷത്തിന്റെ വെളിച്ചമേകാൻ അവിടുന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, സ്വർഗം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ ചെറിയ ജീവിതയാത്രയിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവനോടത്തുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് നന്മ ചെയ്ത്
സുവിശേഷം പകർന്നു നൽകിക്കൊണ്ട് സത്യത്തെ അരമുറുക്കി വിശ്വാസം കയ്യിലേന്തി പ്രതീക്ഷ കൈവിടാതെ ഈശോയുടെ സ്നേഹവലയത്തിലേക്ക് നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തരെയും കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നമുക്കും ഈശോയുടെ നല്ല ശിഷ്യരാകാൻ ശ്രമിക്കാം. ദൈവം നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.